ദേശീയപാത നിർമ്മാണം നടക്കുന്ന കൊല്ലം പാലത്തറ ജംഗ്ഷനിൽ സർവീസ് റോഡ് ഇടിഞ്ഞു താഴ്ന്നു. ഓടയുടെ പണി നടക്കുന്ന സർവീസ് റോഡിന്റെ വശമാണ് ഇടിഞ്ഞത്. സർവീസ് റോഡിലൂടെ ഗതാഗതം ഭാഗികമായി അടച്ചു. ചെറിയ വാഹനങ്ങൾ മാത്രമാണ് കടത്തിവിടുന്നത്. അപകടാവസ്ഥ ചൂണ്ടിക്കാണിച്ചിട്ടും അധികൃതർ അവഗണിച്ചെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. സംരക്ഷണ ഭിത്തി ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവർ പറയുന്നത് ഞങ്ങൾക്ക് ജൂലൈ 20 അകത്ത് ഈ പണി തീർത്തു കൊടുത്താൽ മതി. അങ്ങനെ കുഴിയിൽ ഇന്ന് മെനഞ്ഞാന്ന് അങ്ങനെ ഒരു SI വന്ന് ആ SI ഈ എഞ്ചിനീയറെ വഴക്ക് പറഞ്ഞതിന് ശേഷമാണ് ഇന്നലെ ഇന്നുമായിട്ട് ഈ പണി തുടങ്ങിയത്. പണി തുടങ്ങിയിട്ട് ഇതെന്ന് പറഞ്ഞാൽ 4 മേജർ ഹോസ്പിറ്റലുകളുള്ളതാണ്. മെഡിക്കൽ കോളേജ് സംവിധാനമുള്ള 4 ഹോസ്പിറ്റലുകളുള്ളതാണ്. മെഡിസിന്, NS, മെഡിസിറ്റി, അഷ്ടമുടി, ഈ 4 ഹോസ്പിറ്റലിൽ കിടക്കുന്ന റോഡാണ്. പോരാത്തതിന് മെഡിക്കൽ കോളേജിലേക്ക് തിരുവനന്തപുരത്തേക്ക് കാസർഗോഡ് നിന്ന് വരുന്ന പേഷ്യൻ്റ് ഉൾപ്പെടെ പോകുന്ന റോഡായത്. ഈ റോഡിലാണ് അവർ ഇമാതിരി അലംഭാവം കാണിക്കുന്നത്. ലിജോ റോളൻസ് ചേരുന്നുണ്ട്. ലിജോ, നേരത്തെ തന്നെ ഇതിലെ ഒരു അപാകത, നിർമ്മാണത്തിലെ പ്രശ്നങ്ങളൊക്കെ നാട്ടുകാർ സൂചിപ്പിച്ചതാണ്. പക്ഷേ അത് അധികൃതർ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഈ അവസ്ഥയ്ക്ക് കാരണമെന്ന് മനസ്സിലാക്കുന്നു. എന്താണ് സംഭവിച്ചത്? ഗതാഗതം എങ്ങനെ സ്തംഭിച്ചു? വിവരങ്ങൾ. കൊല്ലം ജില്ലയിൽ ഇവിടെ കടന്നു പോകുന്ന ദേശീയപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ നിരവധി പരാതികൾ ഉയർന്നിരുന്നു. അത് ഈ പാലങ്ങൾ പണിയുന്നതും ഒപ്പം തന്നെ സർവീസ് റോഡിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടായിരുന്നു ആ പരാതികൾ കൂടുതലും ഉണ്ടായിരുന്നത്. ഈ പാലത്തറ ജംഗ്ഷനിലേതാണ് നമ്മളിപ്പോൾ ഈ കാണുന്ന സമയത്ത് പോലും അവിടെ മണ്ണിടിഞ്ഞ് വീഴുന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് വാഹനങ്ങൾ പോകുന്നതിനനുസരിച്ച് അവിടെ കൂടുതൽ മണ്ണിടിയുന്നു എന്നുള്ളതാണ് ഈ ഒരു ഭാഗത്തെ ഏറ്റവും പേടിപ്പിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ഒരു ചെറിയ ഭാഗത്തിലൂടെ, അതായത് ഒരു കാറിന് പോകാവുന്ന ഒരു ഭാഗം മാത്രമാണ് ഇപ്പോൾ യാത്രയ്ക്കായി തുറന്നു കൊടുത്തിരിക്കുന്നത്. ബാക്കി അത്രയും ഭാഗികമായിട്ട് അവിടെ ബാരിക്കേഡ് ഇത് വെച്ച് അവിടെ അടച്ചിരിക്കുകയാണ്. കാര്യം കൂടുതൽ വലിയ വാഹനങ്ങൾ അതുവഴി കടത്തിവിട്ട് കഴിഞ്ഞാൽ ഒരു അപകടത്തിന് സാധ്യതയുണ്ട് എന്നുള്ളത് പോലീസിന് മനസ്സിലായി. ഇരവിപുരം സിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം നിലവിൽ ഇവിടെ എത്തുകയും ചെയ്തിട്ടുണ്ട്. ഇനിയും ഈ ഇടിഞ്ഞു കിടക്കുന്ന ഭാഗം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ, അതായത് PWD റോഡിൽ നിന്നും പാലത്തറ ജംഗ്ഷനിലേക്ക് വന്നിറങ്ങി, അതായത് 4 റോഡുകൾ വന്നു ചേരുന്ന ഒരു ജംഗ്ഷനാണ്. അവിടേക്ക് പോകുന്ന ഒരു റോഡാണ്. ഇവിടെ ഓട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കുഴിയെടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ കുഴിയെടുത്തതിന് പിന്നാലെ കൃത്യമായ പണി പൂർത്തിയാക്കാത്തതാണ്, വെള്ളം കെട്ടി നിന്നതുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു ഇടിഞ്ഞു താഴാൻ സാധ്യത എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇവിടെ സ്ഥിരം ഇവിടെ ഓടുന്ന ഒരു വാഹനത്തിന്റെ ഡ്രൈവർ ഇപ്പം നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഈ വലിയൊരു ബുദ്ധിമുട്ടിലായിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇതിപ്പം ഇത് എന്തെങ്കിലും നേരത്തെ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഇതിലും വലിയൊരു ബുദ്ധിമുട്ടല്ലേ നാട്ടുകാർക്ക് എല്ലാവർക്കും. നമ്മൾ ഈ പരാതിയൊക്കെ പറഞ്ഞപ്പോഴും വലിയൊരു അനാസ്ഥയാണല്ലോ അവരുടെ ഭാഗത്ത്.